ഡെത്ത് കറന്റ് അധ്യായം 11. ക്യാമ്പിൽ പ്രതീക്ഷ മങ്ങിയതുപോലെ ബ്ലാക്ക് ഡീമൺ ഇപ്പോഴും ജീവനോടെയും കരുത്തോടെയുമുണ്ട് എന്ന ബോധം സകലരുടെയും ഉത്സാഹം കെടുത്തി. ഊതി വീർപ്പിച്ച പോലെ ഉള്ളിൽ മരണഭീതി നിറഞ്ഞു. നമുക്കിനി ചെയ്യാനൊന്നേയുള്ളൂ, നമ്മുടെ വെടിയുണ്ടകൾ തീരുന്നത് വരെ ആഴ്ചതോറും ഓരോ പന്നിയെ വെടിവെച്ച് അവന് അത്താഴം കൊടുക്കുക. അത്രയും കാലം അവൻ നമ്മളെ ആക്രമിക്കുകയില്ലെന്ന് ആശ്വസിക്കാം, ക്രഫോർഡ് പറഞ്ഞു. ജീവൻ അത്രയ്ക്ക് നീട്ടിക്കിട്ടുന്ന കാര്യമായതുകൊണ്ട് ആരും എതിരഭിപ്രായമൊന്നും പറഞ്ഞില്ല. 1 മാസത്തോളം ഈ ഏർപ്പാട് തുടർന്നു. പന്നികളെ പിടിവെച്ച് പിടിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. അവ വിരലിൽ എണ്ണാൻ മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. 2-3 ദിവസം പണിപ്പെട്ടാണ് കാടിളക്കി ഒരു പന്നിയെ വെടിവെക്കുക. ചെകുത്താന് നിവേദിക്കാനുള്ള 4ാമത്തെ പന്നിയെ വെടിവെക്കാനിറങ്ങിയപ്പോൾ ക്രഫോർഡിൻ്റെ തോക്കിൽ ഒരൊറ്റ വെടിയുണ്ട മാത്രമേ ശേഷിച്ചിരുന്നുള്ളൂ. അത് പാഴായില്ല. മറ്റു തോക്കുകളെല്ലാം ശൂന്യമായി കഴിഞ്ഞു. ഇനി വെടിയുണ്ടകളില്ല. തോക്കുകളെല്ലാം കളിപ്പാട്ടങ്ങൾക്ക് തുല്യമായി. ഇതിനിടയിൽ ക്യാമ്പിൽ ഭക്ഷണ ദൗർബല്യം രൂക്ഷമായിരുന്നു. ദിവസേന 1 നേരം മാത്രമായി ആഹാരം. ആഴ്ചയിൽ 3 ദിവസം പന്നിവേട്ടയ്ക്കിറങ്ങുന്നതിനേക്കാൾ മീൻ പിടിക്കാൻ ആളില്ലാതായി. വിശപ്പിൻ്റെ ആക്രമണം എല്ലാവരെയും തളർത്തി. ക്രിസ്റ്റഫറിന് വിശപ്പ് കൊണ്ട് ഭ്രാന്ത് പിടിക്കുന്നുവല്ലായി. അവസാനത്തെ വെടിയുണ്ട ചെലവഴിച്ച് പിടിച്ച പന്നിയെ ബ്ലാക്ക് ഡീമൺ നിവേദിച്ചത് ക്രിസ്റ്റഫറിന് രുചിച്ചില്ല. എല്ലാവരും വിശന്നു പൊരിയുമ്പോൾ ചെകുത്താന് മാത്രം അത്താഴമോ? നമ്മുടെ അവസാനത്തെ ഇരയാണിത്. നമുക്കിനി തോക്കുകളും വെടിയുണ്ടകളുമില്ല. അടുത്ത ആഴ്ച നമ്മൾ എന്തു ചെയ്യും? ആ ചെകുത്താന് ഭക്ഷണമാകേണ്ടവരല്ലേ നമ്മൾ? ഞാൻ പറയുന്നത് ഈ പന്നിയെ പൊരിച്ച് 4 ദിവസം സുഖമായി സദ്യ കഴിച്ചിട്ട് ചാവാമെന്നാണ്. ക്രിസ്റ്റഫറുടെ ന്യായവാദം അംഗീകരിക്കാൻ ആരും തയ്യാറായില്ല. വിശന്ന് പൊരിഞ്ഞാലും വേണ്ടില്ല, ഒരാഴ്ചത്തേക്ക് കൂടി ആയുസ് നീട്ടിക്കിട്ടുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടം. സന്ധ്യയ്ക്ക് ക്രിസ്റ്റഫർ വഴക്കടിച്ചിറങ്ങിപ്പോയി. ഞാനത് അവനെക്കൊണ്ട് തനിയെ തെറ്റിക്കില്ല, പോകുമ്പോൾ അയാൾ പറഞ്ഞു. ക്രിസ്റ്റഫർ പോയി കഴിഞ്ഞപ്പോൾ ഷാൻപിയർ ക്രഫോർഡിനെ സംശയഭാവത്തിൽ നോക്കി. സംഗതി കുഴപ്പമാകുമോ? അവനെ തടയണോ? അതൊന്നും വേണ്ട. ഏതായാലും ആ പന്നിയെ തനിയെ ചുമന്നു കൊണ്ടുവരാൻ ഒരു മനുഷ്യനും സാധ്യമല്ല, അക്കാര്യം ഉറപ്പാണ്. പിന്നെ അവൻ ചെന്ന് ഇത് ഞങ്ങളുടെ ഭക്ഷണമാണെന്ന് പറഞ്ഞ് ചെകുത്താനുമായി ഗുസ്തി പിടിക്കുകയോ വാഗ്വാദം നടത്തുകയോ ചെയ്യട്ടെ, നമുക്കെന്ത്? ഷാൻപിയർ പുറത്തേക്കിറങ്ങി ചതുപ്പിൻ്റെ ദിക്കിലേക്ക് നോക്കി. അയാളുടെ പുറകെ മറ്റുള്ളവരും ഇറങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ ചതുപ്പിനക്കരെ 2 പച്ചഗോളങ്ങൾ മിന്നി. അവൻ പന്നിച്ചോരയുടെ മണം പിടിച്ചു വരികയാണ്. ക്രഫോർഡ് പിറുപിറുത്തു. ക്രിസ്റ്റഫർ ചതുപ്പിനരികിലെത്തി. ടോർച്ച് തെളിച്ച് പന്നിയെ എവിടെയാണ് ഇട്ടിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചു. അതിനെ ടെൻറ്റിലേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോകാനുള്ള ഒരു വിഫല ശ്രമം നടത്തി. അപ്പോഴാണ് ഷാൻപിയറിൻ്റെ തുടരത്തുറയിൽ അലച്ച. ക്രിസ്റ്റഫർ, തിരിഞ്ഞോടിക്കൊള്ളൂ, ബ്ലാക്ക് ഡീമൺ! ക്രിസ്റ്റഫർ തലയുയർത്തി നോക്കിയപ്പോൾ അവൻ ചതുപ്പിലെ പാറക്കെട്ടുകളിലൂടെ ചാടിക്കടന്നു വരുന്നതാണ് കണ്ടത്. കാട്ടുകള്ള! ക്രിസ്റ്റഫർ അവനെ നോക്കി അമറി. നിന്നെക്കൊണ്ട് ഞാനിത് തനിയെ തീറ്റിക്കില്ല. ക്രിസ്റ്റഫർ ധൃതിയിൽ അരയിൽ നിന്നും കത്തിയൂരി പന്നിയുടെ കുറുകു വരിഞ്ഞു മുറിച്ചു. പിൻകാലിൽ ചവിട്ടിപ്പിടിച്ച് അത് വലിച്ചു കീറി. ബ്ലാക്ക് ഡീമൺ ചതപ്പിൻ്റെ പകുതിയോളം എത്തിയിരുന്നു. മുറിച്ചെടുത്ത ഭാഗവും തൂക്കി ക്രിസ്റ്റഫർ തിടുക്കത്തിൽ കൂടാരത്തിലേക്ക് നടന്നു. അയാൾ കൂടാരത്തിനരികിലെത്തി തിരിഞ്ഞു നോക്കിയപ്പോൾ ചതുപ്പിനക്കരെ പച്ചക്കണ്ണുകളുടെ ചലനം കണ്ടു, ഒപ്പം മുരൾച്ചയും. ടെൻറ്റുകളുടെ മുന്നിൽ ഉത്കണ്ഠാഭരിതനായി കാത്തുനിന്നവരോടായി ക്രിസ്റ്റഫർ പറഞ്ഞു. ഞാനൊരു കഷ്ണം മുറിച്ചെടുത്തത് അവന് പിടിച്ചില്ല. ബ്ലാക്ക് ഡീമൺ തൻ്റെ ഇരയെ തൂക്കിയെടുത്ത് ചതുപ്പിനത്ര തിരിച്ചെത്തുന്നതുവരെ മറ്റുള്ളവർ ആശങ്കയോടെ നോക്കി നിന്നു. അവൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു ദീർഘനിശ്വാസം പൊഴിച്ചുകൊണ്ട് ഷാൻപിയർ പറഞ്ഞു, ഇനി ഒരാഴ്ചത്തേക്ക് ഭയപ്പെടണ്ട. ക്രിസ്റ്റഫർ ഇതിനിടയിൽ ടെൻറ്റിനരികിൽ തടിക്കഷ്ണങ്ങൾ പെറുക്കിയെടുക്കിയിട്ട് കത്തിച്ചു, തീക്കുണ്ടമുണ്ടാക്കി. പന്നിയുടെ മാംസം അയാൾ തീക്കനലുകൾക്ക് മീതെ വെച്ച് പൊരിച്ചെടുത്തു. വേവുന്ന ഇറച്ചിയുടെ ആസ്വാദകരമായ ഗന്ധം അവിടെ പരന്നു. ക്രിസ്റ്റഫർ അല്ലാതെ ബാക്കി എല്ലാവരും ഷെൽട്ടറിൽ കയറിപ്പറ്റിയിരുന്നു. ക്രിസ്റ്റഫർ വിശപ്പിൻ്റെ ആർത്തി തീരുവോളം
മൊരിച്ച പന്നിമാംസം കഴിച്ച് തൃപ്തനായി. അയാൾ താഴെ നിന്നും കരോളേസയെ വിളിച്ചു. കരോൾ ഇറങ്ങി വന്നു. ഇത്രയും രുചികരമായ ഒരു സദ്യ എൻ്റെ ജീവിതത്തിൽ ഇന്നോളം ഞാൻ കഴിച്ചിട്ടില്ല, നേമ്പക്കത്തോടെ ക്രിസ്റ്റഫർ പറഞ്ഞു. എന്നിട്ട് അവശേഷിച്ച ഇറച്ചി അവളെ ഏൽപ്പിച്ചു. ചെകുത്താൻ എനിക്ക് തന്ന പങ്കാണിത്. കുറച്ചിൽ തോന്നുന്നില്ലെങ്കിൽ നിനക്കതിൽ നിന്നും കഴിക്കാം, ബാക്കി നിന്റെ കൂട്ടുകാർക്ക് വിളമ്പുക. എല്ലാവർക്കും വിശപ്പടക്കാൻ മാത്രം സാധനമുണ്ട്. അവർക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ എന്നെ ഇത് തിരിച്ചേൽപ്പിക്കുകയും വേണം. എനിക്ക് കുറച്ചിലൊന്നുമില്ല, കരോൾ പറഞ്ഞു. ഇത് വേവുന്ന മണം ഷെൽട്ടറിലുള്ളവരുടെയൊക്കെ വിശപ്പ് ഇരട്ടിയാക്കിയിട്ടുണ്ട്. കരോളേസ അത് ഷെൽട്ടറിൽ കൊണ്ടുവന്ന് 6 ഭാഗങ്ങളിലായി പ്ലേറ്റുകളിലാക്കി വിളമ്പി. പ്ലേറ്റുകൾ ഓരോരുത്തർക്കായി കൊടുത്ത് അവർ പറഞ്ഞു, നിങ്ങൾക്ക് തരാൻ വേണ്ടി ക്രിസ്റ്റഫർ എന്നെ ഏൽപ്പിച്ചതാണ്. ക്രഫോർഡിനും ജൂലിയനും അല്പം കുറച്ചിൽ തോന്നാതിരുന്നില്ല. പക്ഷേ വിശപ്പ് മുമ്പിൽ കയറി നിന്ന് ആർത്തിയോടെ മൊരിച്ച മാംസം കഷ്ണങ്ങളിലേക്ക് ഉറ്റുനോക്കുന്നു. ജൂലിയൻ മടിച്ച് ക്രഫോർഡിനെ നോക്കി. കഴിച്ചോളൂ, ക്രഫോർഡ് പ്രോത്സാഹിപ്പിച്ചു. ഈ പന്നിയെ വെടിവെച്ച് വീഴ്ത്താൻ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. ഞാൻ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും. അത് ശരിയാണ്, അർണോൾഡ് പറഞ്ഞു. നമുക്കത് തിന്നാൻ ന്യായമായ അവകാശമുണ്ട്. ആരും ഭക്ഷണം നിരസിച്ചില്ല. ക്രിസ്റ്റഫർ ഷെൽട്ടറിൽ വന്നപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞിരുന്നു. ചെകുത്താനെ ഭയക്കേണ്ടാത്ത രാത്രി. ക്രിസ്റ്റഫറും നിറഞ്ഞ സംതൃപ്തിയോടെ ഉറങ്ങാൻ കിടന്നു. അടുത്ത ദിവസം മുതൽ ഷാൻപിയറും സംഘവും മീൻ പിടിക്കാൻ പോയി തുടങ്ങി. ഇനി അത് മാത്രമേ ഉള്ളൂ, ഭക്ഷ്യക്ഷാമത്തിനൊരു പോംവഴി. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയും ഭീതിയും ഇരട്ടിയായിരിക്കുന്നു. അത് ഓരോ ദിവസവും പെരുപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. നമ്മൾ കുടുങ്ങിയത് തന്നെ. ഉച്ചതിരിഞ്ഞ് പുൽത്തകടിയുടെ ഭാഗത്തേക്ക് നടക്കാനിറങ്ങിയപ്പോൾ ജൂലിയൻ ക്രഫോർഡിനോട് പറഞ്ഞു, എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ക്രഫോർഡ് പ്രതിവചിച്ചു. വിശ്വസിക്കാതിരുന്നിട്ടെന്ത് ഫലം? ഞാനും ഇതുവരെ വിശ്വസിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല. മരണം അവസാന നിമിഷം എന്നെ വിട്ട് ഒഴിഞ്ഞു പോകുമെന്നായിരുന്നു ചിന്ത. ഇപ്പോൾ ഏറെക്കുറെ തീർച്ചയായി. പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അത് വ്യക്തമാകും. 13 പേർ നമ്മുടെ സംഘത്തിലുണ്ടായിരുന്നില്ലേ? ഇപ്പോൾ റാൾഫ് എവിടെ? ഭാര്യ എവിടെ? ഫെഡറിക്സ് എവിടെ? ഹാരിസ് എവിടെ? വെർജീനിയനും കാതറീനും എവിടെ? ജൂലിയൻ്റെ സ്വരത്തിൽ പ്രതീക്ഷയുടെ സൂചന അല്പം പോലും ഇല്ലായിരുന്നു. മുമ്പ് ടെൻറ്റുകൾ അടിച്ച ഭാഗത്ത് മരച്ചോട്ടിൽ അവർ ഇരുന്നു. സാൻ ഫ്രാൻസിസ്കോവിൽ ഒരു പക്ഷിയെപ്പോലെ പാടിപ്പറന്ന് ജീവിച്ചവളാണ് ഞാൻ. ഇന്ന് ആ നഗരം, അവിടുത്തെ മനുഷ്യർ, എൻ്റെ വീടും എൻ്റെ ബന്ധുജനങ്ങൾ എല്ലാം വളരെ കാലം മുമ്പ് കണ്ട സ്വപ്നം പോലെ. ക്രഫോർഡിൻ്റെ മടിയിൽ ചാരിക്കിടന്ന് മയക്കത്തിലെന്നോണം അവൾ പറഞ്ഞു. അടുത്തത് എൻ്റെ ഊഴമാണെന്ന് മനസ്സ് മന്ത്രിക്കുന്നു. മരിച്ചവരുടെ സംഘത്തിലേക്ക് പോകാൻ സമയമായതുപോലെ. ക്രഫോർഡ് കുനിഞ്ഞ് അവളെ ഒന്ന് ചുംബിച്ചു. അവളുടെ മുഖം ഒന്ന് തഴുകി. ജൂലിയൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ഗദ്ഗദത്തോടെ പറഞ്ഞു, ദ്വീപിൽ വന്നിറങ്ങിയതിൽ എനിക്ക് ദുഃഖമില്ല. സാൻ ഫ്രാൻസിസ്കോവിൽ എനിക്ക് കിട്ടാതിരുന്ന ആത്മാർത്ഥമായ സ്നേഹം ഇവിടെ എനിക്ക് കിട്ടി. യഥാർത്ഥമായ ജീവിതം ഞാൻ അനുഭവിച്ചു. മരണത്തിൻ്റെ നിമിഷത്തിനും ഞാനിതിനെക്കുറിച്ച് അഭിമാനിക്കും, സന്തോഷിക്കും. ക്രഫോർഡ് തീവ്ര സ്നേഹത്തിൻ്റെ ആവേശത്തോടെ, ഉന്മാദത്തോടെ അവളെ ആലിംഗനത്തിൽ മുറുകി. ഒരു ജീവൻ മറ്റൊന്നിലേക്ക് ലയിച്ചു ചേരാനുള്ള ബന്ധം. ജൂലിയൻ കിതപ്പോടെ ഗാഠഗാഠം അയാളെ പുണർന്നു. സ്ഥലകാല വിസ്മൃതിയുടെ മൂടൽമഞ്ഞ് അവരെ പൊതിഞ്ഞു. അവർ അതിനുള്ളിലായി. ഒടുവിൽ ക്രഫോർഡിൻ്റെ കരവലയത്തിനുള്ളിൽ ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ കിതച്ചു തളർന്നു കിടക്കുമ്പോൾ മരണത്തിനായി അവൾ കൊതിച്ചു. എനിക്കൊരൊറ്റ ദുഃഖമേ ഉള്ളൂ. സ്നേഹനിർഭരമായ ഈ ജീവിതം, ഇതിൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശം അനുഭവിക്കാൻ എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമല്ലേ ഉള്ളൂ എന്ന്. ക്രഫോർഡ് അവളുടെ മുഖത്തേക്ക് മുഖം ചേർത്ത് കിടന്നു. ഏതാനും ദിവസം മുമ്പ് വരെ എനിക്ക് എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. നമ്മൾ ആ ചെകുത്താനെ നശിപ്പിക്കുന്നത് മുതൽ ചങ്ങാടത്തിൽ കയറി സാൻ ഫ്രാൻസിസ്കോവിൽ ചെല്ലുന്നത് വരെ സ്വപ്നം പോലെയായില്ലേ തോന്നിയത്. എനിക്കിത് കാണാൻ പോലും കഴിഞ്ഞിരുന്നില്ല. പായകൾ കെട്ടി ചങ്ങാടം ഡെത്ത് കറൻറ്റിലൂടെ സാൻ ഫ്രാൻസിസ്കോ ലക്ഷ്യമാക്കി നീക്കുന്നത് ഞാനും കണ്ടു. പായകളെല്ലാം കാറ്റ് നിറഞ്ഞു വീർത്തിരുന്നു. നമ്മുടെ കൂട്ടുകാരെല്ലാം മതിമറന്ന് സന്തോഷിക്കാമായിരുന്നു. നങ്കൂരമുട്ട കപ്പലുകൾക്കിടയിലൂടെ നമ്മുടെ ചങ്ങാടം തുറമുഖത്തെടുത്തു. നഗരത്തിലേക്ക് നമ്മൾ കൈകോർത്തിറങ്ങിച്ചെന്നു. നമ്മളായിരുന്നു വലിയവർ. നമ്മളെയാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. നമ്മളെയാണ് എല്ലാവരും അനുമോദിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്തിരുന്നത്. അവരുടെ ആരാധനാപാത്രമായിരുന്നു നമ്മൾ. വിവാഹ ചടങ്ങിന് ശേഷം നമ്മൾ പള്ളിയിൽ നിന്നും ഇറങ്ങി വന്നപ്പോൾ
അങ്കണത്തിൽ നിറയെ സ്നേഹിതരും. അവരെല്ലാം നമുക്ക് സമ്മാനങ്ങൾ നൽകി. അവരെല്ലാം നമ്മെ ആശ്ലേഷിച്ച് ചുംബിച്ചു, ആശംസകൾ നൽകി. ബദാം മരങ്ങൾക്ക് കാവൽ നിൽക്കുന്ന പഴത്തോട്ടത്തിന് നടുവിൽ നീലാകാശത്തിന് തൊട്ടുതാഴെ നമ്മൾ താമസിക്കാൻ തിരഞ്ഞെടുത്ത വീട്. വസന്തകാലത്ത് തോട്ടത്തിലേക്ക് ആയിരക്കണക്കിന് ദൂരെ നിന്നും പറന്നെത്തുന്ന ദേശാടന പക്ഷികൾ. തണുപ്പ് നിറഞ്ഞ രാത്രികളിൽ നമ്മുടെ വീടിന് മീതെ മാത്രം ഉദിച്ചിരുന്ന നിലാവും നക്ഷത്രങ്ങളും. ഉദ്യാനത്തിൽ ചിരിച്ചരച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ. ഉദ്യാനത്തിലെ വിരിഞ്ഞ നിന്ന ചുവപ്പും വെള്ളയും നിറമുള്ള പൂക്കളും വീടിൻ്റെ വയലറ്റ് ഇളനിലയും ഇടം കലർന്ന ചായവും എല്ലാം വെറും സങ്കല്പം മാത്രമായി അവസാനിക്കുകയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനിവിടെ അങ്ങനെയൊക്കെ ജീവിച്ചിരിക്കുകയാണെന്ന് എന്നൊരു തോന്നൽ. പക്ഷേ എനിക്കറിയാം, മനസ്സ് കെട്ടിച്ചമച്ച ആ കൂറ്റൻ കള്ളത്തരത്തെക്കുറിച്ച്. അതെൻ്റെ പ്രതീക്ഷയുടെ, ആഗ്രഹങ്ങളുടെ ആകെ തുകയായിരുന്നു. ഇനി അതൊന്നുമില്ല. എൻ്റെ മനസ്സിൽ എല്ലാ നഗരങ്ങളും എല്ലാ മന്ദിരങ്ങളും തകർന്നു വീണ് കഴിഞ്ഞു. ഇനി ഒന്നുമില്ല, ഒന്നും. ജൂലിയൻ പൊട്ടിക്കരഞ്ഞു. ക്രഫോർഡ് അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചതെല്ലാം വിഫലമായി. ഷാൻപിയറും ക്രഫോർഡും കൂടി അവസാനം കണ്ടെത്തിയ ഒരേ ഒരു രക്ഷാമാർഗം ബ്ലാക്ക് ഡീമൺ ആക്രമിക്കുന്ന രാത്രിയിൽ ഷെൽട്ടറിനുള്ളിലേക്കുള്ള കാവടത്തിൽ പാറകൾക്കിടയിൽ വലിയ തീക്കുണ്ടമുണ്ടാക്കി വഴിയടക്കുക എന്നത് മാത്രമായിരുന്നു. അതിനു വേണ്ടുന്ന വിറകുതടികൾ അവർ ധാരാളം സംഭരിച്ച് ഷെൽട്ടറിനരികിൽ കൂട്ടിയിട്ടു. പിന്നെ അത് പാറകൾക്കിടയിൽ അടുക്കി കത്തിക്കാൻ ഡീസലും തീപ്പന്തങ്ങളും കരുതി വെച്ചു. എന്നിട്ടും ബ്ലാക്ക് ഡീമൻ്റെ വരവിനായി ഓരോരുത്തരും ഊഴമിട്ട് കാത്തിരുന്നു. രാത്രിയിലുള്ള കാവലിരും. ഷാൻപിയർ കാവലിരുന്ന രാത്രി ചതുപ്പിനക്കരെ അവൻ്റെ ആഗമനം സൂചിപ്പിക്കുന്ന അടയാളം കാണാൻ. ഇരുട്ടിലൂടെ നീന്തിയെത്തുന്ന കണ്ണുകൾ. ഷാൻപിയർ ഉടനെ കൂട്ടുകാരെ വിളിച്ചുണർത്തി. ക്രഫോർഡ് ഡീസൽ ടിന്നടുത്ത് വിറകിന് മീതെ വിളിച്ചു. ഷാൻപിയറും ക്രിസ്റ്റഫറും പന്തം കൊളുത്തി തയ്യാറായി നിന്നു. വെടിയുണ്ടയെ ഭയന്ന ഇത്തവണയും അവൻ ലോഹപ്പാളികൾ കൊണ്ട് തലയും മുടലും മറച്ചാണ് നീങ്ങിയിരിക്കുന്നത്. വളരെ സൂക്ഷ്മതയോടെ അടിവച്ചടിവച്ചവൻ പാറക്കെട്ടിന് ചുവട്ടിലെത്തി. ഷാൻപിയറും ക്രിസ്റ്റഫറും കൂടി കവാടത്തിന് കൂട്ടിയിട്ട വിറകിന് തീ കൊളുത്തി. തീയാളി പടർന്നു. ഷെൽട്ടറിന് മുമ്പിൽ എല്ലാവരും സംഭീതരായി നോക്കി നിന്നു. ബ്ലാക്ക് ഡീമൺ ലോഹപ്പാളിയുടെ മറ മെല്ലെ മാറ്റി. ആരുടെ കയ്യിലും ആയുധമില്ലെന്ന് അവൻ കണ്ടു. ആളിക്കത്തുന്ന തീക്കപ്പുറത്ത് അവൻ്റെ രൂപം വ്യക്തമായിരുന്നു. ഇത്രയും അടുത്ത്, ഇത്രമേൽ വിശദമായി ഇതിനു മുമ്പ് അവനെ കണ്ടിട്ടില്ല. കറുത്തു നീണ്ട രോമങ്ങളാൽ ആവൃതമായ ഭീമശരീരം, ഗോറില്ലയുടേതിന് സാദൃശ്യമായ മുഖം, വലിയ വായ്ക്കിരുവശവും താഴേക്ക് വളഞ്ഞിറങ്ങിയ തേറ്റുകൾ, ചുണ്ടുകളുടെ സ്ഥാനം ചീഞ്ഞണിഞ്ഞതുപോലെ കാണപ്പെട്ടു. കൺപോളയുടെ അടിഭാഗത്ത് നാസിയുടെ ഇരുവശത്തും വിണ്ടുപൊട്ടി പഴുപ്പൊലിക്കുന്നു. ശരീരത്തിൽ പലയിടത്തും പഴുത്തു ചീഞ്ഞ മുറിവുകൾ. ആ ഭീകരരൂപിയെ നോക്കി അവർ തരിച്ചു നിന്നു. അവൻ ജ്വലിക്കുന്ന തുറിച്ച കണ്ണുകൾ ഓരോരുത്തരുടെ മേലും പാറി വീണു. അല്പസമയം അവൻ അങ്ങനെ നിന്ന ശേഷം പെട്ടെന്ന് ചതുപ്പിനരികിലേക്ക് തിരിച്ചു നടന്നു കളഞ്ഞു. തീ അവനെ ഭയപ്പെടുത്തി കളഞ്ഞു. ആഹ്ലാദത്തോടെ ഷാൻപിയർ പറഞ്ഞു, ഇതാണ് ഒന്നാന്തരം പ്രതിരോധം. ഷാൻപിയറിൻ്റെ സന്തോഷം ഒതുക്കാൻ കഴിഞ്ഞില്ല. എല്ലാവരിൽ നിന്നും ആശ്വാസത്തിൻ്റെ നെടുവീർപ്പുകൾ വരുന്നു. ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മരണം വായ പിളർന്നെടുത്തത് നിസ്സഹായരായി നോക്കി നിൽക്കുന്നതാണ്. ഇപ്പോൾ എന്തെന്നില്ലാത്ത ആശ്വാസം ശ്വാസമടക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു. ആശ്വസിക്കാൻ വരട്ടെ, ക്രിസ്റ്റഫർ പുരുവർത്തു. അവൻ്റെ ആ തിരിച്ചുപോക്ക് അത്ര പന്തിയല്ല. എന്തോ കുഴപ്പമുണ്ടാവാൻ പോവുകയാണ്. എല്ലാവരും ചതുപ്പിൻ്റെ ഭാഗത്തേക്ക് നോക്കി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഇരുട്ടിലൂടെ കണ്ണുകളുടെ തിടക്കം അടുത്തടുത്ത് വരുന്നതായി കണ്ടു. അവൻ ആളിക്കത്തുന്ന തീയുടെ മുമ്പിലെത്തി. ഷെൽട്ടറിലുണ്ടായിരുന്നവർ ഞെട്ടിത്തെറിച്ചു നിന്നു. അവൻ ചതുപ്പിൽ നിന്നും ലോഹപ്പാളി നിറയെ ചെളിയും കോരി കൊണ്ടുവന്നിരിക്കുന്നു. അവൻ അവരെ നോക്കി പല്ലൊലിച്ചു. ചുവന്ന ചെകുത്താൻ പല്ലുകളുടെ കൂറുകൂർത്ത നിരകൾ, ചീഞ്ഞഴുകിയ വായി, ഭയാനകമായ മുരൾച്ച. അവൻ ലോഹപ്പാളിയിലെ ചെളി മുഴുവൻ തീക്കുണ്ടത്തിന് മേലെ തൂക്കി. ആളിക്കത്തിക്കൊണ്ടിരുന്ന തീ പെട്ടെന്നണഞ്ഞു. ബ്ലാക്ക് ഡീമൺ കനൽ കൂമ്പാരത്തിന് മീതെ കൂടി അപ്പുറത്തേക്ക് ചാടിക്കടന്നു. സംഘാംഗങ്ങൾക്കിടയിൽ ഭീതിതമായ നിലവിളി. വിൽബർട്ട് പാറയുടെ മുകളിൽ നിന്നും താഴേക്ക് ചാടി. ക്രഫോർഡ് കത്തിയൂരിക്കൊണ്ട് ഒരടി മുന്നോട്ട് വെച്ച് ചൂടുറപ്പിച്ചു. ജൂലിയൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു. ക്രഫോർഡിൻ്റെ മുമ്പിലേക്ക് വന്നു. ഇരുട്ടിൽ വീശി വന്ന ഭീമമായ കൈ അവരുടെ മേൽ തടഞ്ഞു. ഒഴിഞ്ഞു മാറും മുമ്പേ അവളുടെ കഴുത്തിൽ ഉരുക്കുചട്ടം പോലെ വിരലുകൾ അമർന്നു. പ്രാണവേദനയോടെ നിലവിളി തൊണ്ടയിൽ ഞെരിഞ്ഞു താണു. അധ്യായം 29. എല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൻ്റെ വേഗത
ഇരുട്ടത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു ഊഹവും കിട്ടിയില്ല. ചതുപ്പിനടുത്തേക്ക് നിഴൽ പോലെ ബ്ലാക്ക് ഡീമൺ കാഴുകുലുക്കി പായുന്നത് അവ്യക്തമായി കാണാമായിരുന്നു. ജൂലിയന്റെ അമർത്തിയ നിലവിളി ഇടയ്ക്കിടെ ഉയർന്നു. ക്രഫോർഡ് ചാടിയിറങ്ങി പിന്നാലെ പാഞ്ഞു. അയാളെ പിന്തുടർന്ന് ഷാൻപിയറും ക്രിസ്റ്റഫറും അൾനോഡും ചതുപ്പിനക്കരെത്തി. ഇതിനകം ബ്ലാക്ക് ഡീമൺ തൻ്റെ ഇരയെയും കൊണ്ട് ഗുഹാമുഖത്തെത്തിക്കഴിഞ്ഞിരുന്നു. ചതുപ്പിനപ്പുറത്തേക്ക് അലറിക്കുതിക്കാൻ ഒരുമിട്ട ക്രിസ്റ്റഫറിനെ ക്രഫോർഡിനെയും ഷാൻപിയർ അർണോൾഡും നന്നെ പണിപ്പെട്ട് തടഞ്ഞു. ക്രഫോർഡ് ചീറിക്കുതിച്ചുകൊണ്ടിരുന്നു. അരമണിക്കൂറോളം നീണ്ട മൽപ്പിടുത്തത്തിനിടയിൽ ക്രഫോർഡ് അടങ്ങി. മുറിവേറ്റ നായിയെപ്പോലെ മോങ്ങിക്കറിഞ്ഞുകൊണ്ട് അയാൾ തറയിലിരുന്നു. വളരെ സമയത്തിന് ശേഷം കരോലൈസ ടോർച്ച് തെളിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. ക്രഫോർഡ് തറയിൽ നിന്നും എഴുന്നേൽക്കാൻ കൂട്ടാക്കിയില്ല. മറ്റുള്ളവർ ക്രഫോർഡിനോടൊപ്പം ചതുപ്പിൽ കരയിൽ തന്നെ ഇരുന്നു. പ്രഭാതമാകുന്നതുവരെ അവർ അവിടെ കഴിച്ചുകൂട്ടി. രാവിലെ ഷാൻപിയർ നിലത്തു തളർന്നു കിടന്ന ക്രഫോർഡിനെ വല്ലവിധേനയും കൊട്ടാരത്തിലെത്തിച്ചു. ക്രഫോർഡ് ദുഃഖത്തിൻ്റെ കാഠിന്യം മൂലം സുബോധം നഷ്ടപ്പെട്ട നിലയിലെത്തിയിരുന്നു. വിൽബർട്ടിനെ ഷെൽട്ടറിൽ കാണാൻ ഷാൻപിയർ അന്താളിച്ചു. കരാളിനോട് ചോദിച്ചപ്പോൾ അവൾക്കറിയില്ല. മറ്റുള്ളവരാരും ഷെൽട്ടറിലുണ്ടായിരുന്നില്ല. വിൽബർട്ട് എവിടെ? അയാൾ ഇവിടെ പോയി അന്വേഷണം ആരംഭിച്ചു. ഏറെ താമസിക്കാതെ ഒരു പാറക്കെട്ടിൻ്റെ ചുവട്ടിൽ ബോധമറ്റു കിടക്കുന്നതായി അവർ കണ്ടു. ഷാൻപിയറും ക്രിസ്റ്റഫറും കൂടി അയാളെ താങ്ങിയെടുത്ത് ടെന്റിൽ കൊണ്ടുവന്നു. അവൻ ആക്രമിച്ചപ്പോൾ പാറയിൽ നിന്നും താഴേക്ക് ചാടിയതാണെന്ന് തോന്നുന്നു. അയാളുടെ ശരീരം പരിശോധിച്ചുകൊണ്ട് ഷാൻപിയർ പറഞ്ഞു, കാല് രണ്ടും ഒടിഞ്ഞ ലക്ഷണമുണ്ട്. നട്ടലിനും കേട്. അയാളുടെ 2 കാലുകളും നട്ടലിൻ്റെ കീഴ്ഭാഗവും മന്ത് പിടിപെട്ട പോലെ നീര് വന്ന് വീർത്തിരിക്കുന്നു. തണുത്ത വെള്ളം മുഖത്ത് കുടഞ്ഞപ്പോൾ അയാൾ ബോധമുണർന്നു. ഉണർന്നയുടൻ അയാൾ അതികഠിനമായി വേദന താങ്ങാനാവാതെ ഞരങ്ങാനും മൂളാനും പുളയാനും തുടങ്ങി. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഷാൻപിയറും ക്രിസ്റ്റഫറും കൂടി അയാളുടെ ഒടിഞ്ഞ കാൽ ബലം പ്രയോഗിച്ച് നേരെ വലിച്ചിട്ടു. പിന്നെ തുടം മുതൽ പാദം വരെ കാട്ടുകമ്പികൾ ചീകിയെടുത്ത് തുണി വെച്ച് പൊതിഞ്ഞു കിട്ടി. ഈ സമയമെല്ലാം വിൽബർട്ട് അലറി നിലവിളിച്ചുകൊണ്ടിരുന്നു. വളരെ സമയത്തിനു ശേഷം അയാൾ വേദന കൊണ്ട് തളർന്നു മയങ്ങി. പിന്നീട് വിൽബർട്ടിൻ്റെ ജീവിതം സുഹൃത്തുക്കൾ ഭാരമായി കലാശിക്കുകയാണ് ഉണ്ടായത്. ജൂലിയനെ നഷ്ടപ്പെട്ടതിൻ്റെ 3-ാം ദിവസം പ്രഭാതത്തിൽ ക്രഫോർഡ് ഷെൽട്ടറിൽ കയറി ചെന്നു. അയാൾ മറ്റുള്ളവരോട് സംസാരിച്ചു, ഭക്ഷണം കഴിച്ചു. അയാൾ പാടെ തകർന്നുപോയെന്ന് കരുതിയ സുഹൃത്തുക്കൾക്ക് ഈ ഒരു എഴുത്തെഴുന്നേൽപ്പ് വിസ്മയഭരിതവരാക്കി. ഷാൻപിയർ ക്രഫോർഡിനെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചു. അയാൾക്ക് വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മുഖം കല്ലിച്ച് കാണപ്പെട്ടു. കണ്ണുകളിൽ ക്രൗരവും പൗരവും തിളങ്ങി നിൽക്കുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ തരിമ്പ് പോലും കണ്ടുമില്ല. നമ്മളാരും രക്ഷപ്പെടുകയില്ലെന്ന് എനിക്കറിയാം. ഞാൻ പൊരുതി മരിക്കാൻ തീരുമാനിച്ചെത്തി, ക്രഫോർഡ് പറഞ്ഞു. ബ്ലാക്ക് ഡീമൺ അഗ്നിയെ ഭയക്കുന്നതിൽ നിന്നും ഒരാശയം രൂപീകരിച്ചെടുക്കാനാണ് തൻ്റെ ശ്രമമെന്ന് അയാൾ ഷാൻപിയറെ അറിയിച്ചു. തീ കൊണ്ട് വേണം അവനെ നേരിടാൻ. ഒന്നുകിൽ അവൻ കൊല്ലപ്പെടണം, അല്ലെങ്കിൽ നമ്മളെല്ലാം. എനിക്ക് പ്രതികാരമുണ്ട്, അഗ്നിയായി ജ്വലിച്ചു കൊണ്ടിരിക്കുന്ന പ്രതികാരം. ക്രഫോർഡിൻ്റെ പല്ലുകൾ കടിച്ചു പൊട്ടിച്ച് അയാൾ വട്ടമിട്ടിരുന്ന് ആലോചിച്ചു. തീ കൊണ്ട് അവനെ നശിപ്പിക്കാനുള്ള ഫലപ്രദമായ മാർഗം കണ്ടെത്തണം. തലപകഞ്ഞുള്ള ആലോചന. ചർച്ച. തീ കൊടുത്താൽ പൊട്ടിത്തെറിക്കാൻ വെടിമരുന്ന് കൊണ്ട് സൃഷ്ടിച്ച ശരീരമല്ല അവൻ്റേതെന്ന് വസ്തുത കണക്കിലെടുത്തിട്ട് വേണം പദ്ധതിയിടാൻ, ക്രിസ്റ്റഫർ പറഞ്ഞു. ഞാനൊരു ആശയം പറയാം. പെട്ടെന്ന് വലിച്ചു കീറി എറിയാൻ വയ്യാത്ത വിധം ഡീസലിലോ പെട്രോളിലോ മുക്കിയ കട്ടിത്തുണികൾ കൊണ്ടുണ്ടാക്കിയ ഒരു ഉടുപ്പ് അവനെ ഇടിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവൻ്റെ രോമക്കുപ്പായമെങ്കിലും കത്തി നശിച്ചേക്കും. ക്രിസ്റ്റഫറിൻ്റെ അഭിപ്രായം ആദ്യം ഒരു തമാശ പോലെയാണ് ഷാൻപിയറിനും ക്രഫോർഡിനും തോന്നിയത്. പിന്നെ ആലോചിച്ചപ്പോൾ അതൊരു നല്ല പദ്ധതിയായി തോന്നി. ക്രിസ്റ്റഫറിൻ്റെ ആശയം ഒന്ന് പരിഷ്കരിച്ചാൽ നന്നായിരിക്കും, ഷാൻപിയർ പറഞ്ഞു. ക്രഫോർഡും അതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. കുടുക്കുകൾ ഉണ്ടാക്കിയാൽ മതി. ക്രഫോർഡ് അത് സൂക്ഷ്മവശമെന്ന് ആലോചിക്കും, ഷാൻപിയർ നിർദ്ദേശിച്ചു. പ്ലാൻ വരച്ചു നോക്കിയാൽ മാത്രമേ ശരിയാവൂ എന്ന് ക്രഫോർഡ് പറഞ്ഞതിനനുസരിച്ച് അർണോൾഡ് സ്കെച്ചും പെന്നും ക്യാൻവാസ് ഷീറ്റും കൊണ്ടുവന്നു. ഷെൽട്ടറിൻ്റെയും പാറക്കെട്ടുകളുടെയും പടം അയാൾ വരച്ചു. പാറകൾ തമ്മിലുള്ള ഇടനാഴി പോലത്തെ വിടവിലൂടെ ബ്ലാക്ക് ഡീമൺ ഷെൽട്ടറിലേക്ക് കടന്നു വരുന്ന ചിത്രവും. ഈ ഇടനാഴിയിലിട്ട് വേണം കൊടുക്കാൻ. ക്രഫോർഡ് തൻ്റെ പദ്ധതി വിശദീകരിച്ചുവെങ്കിലും ഷാൻപിയർ അതിൽ വലിയ തൃപ്തി തോന്നിയില്ല. 5 പേരും പദ്ധതിയുടെ പോരായ്മകൾ പരിഹരിക്കാനുള്ള ചർച്ചകൾ മുഴങ്ങി. വളരെ സമയത്തെ ചർച്ചകൾക്കും ആലോചനകൾക്കും ശേഷം എല്ലാവരും അംഗീകരിച്ച ഒരു പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനമെടുത്തു. പിറ്റേന്ന് മുതൽ പണി ആരംഭിച്ചു. എല്ലാവരിലും ഉത്സാഹവും ആവേശവും. തങ്ങളുടെ 7 സ്നേഹിതരെ ഭക്ഷിച്ച ബ്ലാക്ക് ഡീമണെ എന്നേക്കുമായി നശിപ്പിക്കാനുള്ള പ്രവൃത്തിയിലാണ് തങ്ങളെന്ന ചിന്ത അവർക്ക് ധൈര്യവും ആത്മവിശ്വാസവും പറഞ്ഞു. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു. കാട്ടുവളികൾ പിരിച്ച് 40 അടിയോളം നീളമുള്ള 2 കയർ അവർ മെനഞ്ഞു.
രണ്ട് കയറിൻ്റെയും മധ്യഭാഗത്തായി 10 അടിയോളം നീളത്തിലും 6 അടിയോളം നീളത്തിലും വീതിയിലും പെട്ടെന്ന് നനഞ്ഞു കുതിരുന്ന കട്ടിത്തുണികൾ കൊണ്ട് കുടുക്കിയിട്ടു. ധാരാളം പരുത്തി തുണികളും ചണച്ചാക്കുകളും അതിനുവേണ്ടി ഉപയോഗിച്ചു. ആ തുണികളുടെ അടിഭാഗത്തും മധ്യഭാഗത്തും മുകൾ ഭാഗത്തും വൃത്താകൃതിയിൽ വലിയ കുടുക്കുകൾ വസ്ത്രങ്ങളിൽ നിന്നും പെട്ടെന്ന് തിരിച്ചറിയാനാവാത്ത വിധം പാകി. വണ്ണം കുറഞ്ഞ കമ്പികളാണ് അതിനുപയോഗിച്ചത്. 3 കമ്പിക്കുടുക്കുകളിൽ നിന്നും 25 അടിയോളം നീളമുള്ള കാട്ടുവള്ളികൾ കെട്ടിക്കൊണ്ടിരുന്നു. ബ്ലാക്ക് ടീമിൻ്റെ അടുത്ത ഇരപിടുത്തത്തിനിറങ്ങാൻ സാധ്യതയുള്ള ദിവസം അടുത്തു എന്ന് തോന്നാൻ അവരെ ജാഗരൂകരാക്കി. ഷെൽട്ടറിനുള്ളിലെ പാറവിടവിൽ അവർ ഒരടിയോളം കനത്തിൽ കരിയില വാരി വിതറി. അതിനുമീതെ ഡീസൽ മുക്കിയ കീറത്തുണികൾ കെട്ടിത്തൂക്കിയ 2 കമ്പി വിളയങ്ങൾ വെറുതെ ഇട്ടു. പിന്നീട് പരുത്തി തുണികളും ചണച്ചാക്കളും കുടുക്കിയ കാട്ടുവള്ളിക്കയറുകൾ 7 അടി അകലം വിട്ട് ഇടനാഴിയിലൂടെ മധ്യഭാഗത്തേക്ക് കുറുകെ വലിച്ചു. അവയുടെ തുമ്പുകൾ ഇരുവശത്തും ഉയർന്നു നിൽക്കുന്ന പാറകൾക്ക് മീതേക്ക് വലിച്ചിട്ടു. വസ്ത്രങ്ങളുടെ അടിഭാഗം കമ്പിക്കുടുക്കളിൽ നിന്നും വീഴുന്ന കാട്ടുവള്ളിക്കയറുകൾ ഷെൽട്ടറിലേക്ക് നീട്ടിയിട്ടു. മധ്യഭാഗത്തു നിന്നും മുകൾ ഭാഗത്തിലേക്കുള്ള കമ്പി വളയങ്ങളിലെ കയറുകൾ പാറകളിലൂടെ ഓരോ വശത്തേക്കും വലിച്ചിട്ടു. കുടുക്കുകളിലെ തുണികളെല്ലാം ഡീസൽ കോരിയൊഴിച്ച് നനച്ചു കുതിർത്തു. പിന്നെ അവയ്ക്ക് മീതെ 1 ഇഞ്ച് കനത്തിൽ കരിയിലകളും തുണിക്കീറുകളും വിതറി. ഇപ്പോൾ ആ പാറവിടവിൽ ഒരു കെണി തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയാനാവുമായിരുന്നില്ല. പാറവിടവിൽ കുറേ കരിയിലകളും കീറത്തുണികളും വിരിച്ചിട്ടുണ്ടെന്ന് മാത്രം തോന്നും. ഷെൽട്ടറിലെ ആളുകൾ അതിന് മീതെ കൂടി കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടേയിരുന്നു. രാത്രിയിൽ 2 പേർ വീതം ഉറക്കമണച്ച് കാത്തിരുന്നു. ജൂലിയനെ ബ്ലാക്ക് ഡീമൺ പിടികൂടിയതിൻ്റെ 8ാമത്തെ രാത്രി ആ രാത്രി സംഭവരഹിതമായി കടന്നുപോയി. അടുത്ത ദിവസം വിൽബർട്ട് പറഞ്ഞു, തീരെ നിവൃത്തിയില്ലെന്ന് വന്നാൽ എൻ്റെ ശരീരമെടുത്ത് അവൻ എറിഞ്ഞു കൊടുത്തേക്കുക. ഞാനിനി ജീവിച്ചിരുന്നിട്ടും കാര്യമൊന്നുമില്ല. അയാൾ തീരെ അവശനായി കഴിഞ്ഞിരുന്നു. പരസഹായം കൂടാതെ ഒന്ന് തിരിഞ്ഞു കിടക്കാൻ പോലും സാധ്യമല്ല. അടുത്ത രാത്രിയും കടന്നുപോയി. 10ാമത്തെയും 11ാമത്തെയും 12ാമത്തെയും രാത്രികൾ അവർ അവനെ കാത്തുവെങ്കിലും അവൻ വന്നില്ല. ക്രഫോർഡും അർണോൾഡും കാവലിരുന്ന 13ാമത്തെ രാത്രിയിൽ ചതുപ്പിനക്കരെ പച്ച കണ്ണുകൾ ജ്വലിച്ചു. അവൻ സാവധാനം ഷെൽട്ടറിനെ സമീപിച്ചുകൊണ്ടിരിക്കുന്നു. ഷെൽട്ടറിൽ ദ്രുതഗതിയിലുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. വിൽബർട്ടിൻ്റെ ശരീരം ബ്ലാക്ക് ഡീമൺ ശരിക്കും കാണത്തക്ക വിധം ഷെൽട്ടറിന് മുന്നിലേക്ക് നീക്കി കിടത്തു. ക്രഫോർഡ് ഷാൻപിയറിനും കൂടി കരിയിലകൾക്ക് മീതെ ഡീസൽ തെളിച്ചു. കുടുക്കിലെ തുണികൾക്കിടയിൽ മറ്റും ഡീസൽ ഒഴിച്ച് എടുത്തളിച്ചു. ശരിക്കും നനച്ചു. അർണോൾഡ് പന്തങ്ങളെടുത്ത് പാറക്കെട്ടുകളിൽ തയ്യാറാക്കി വെച്ചു. കരോൾ ക്രഫോർഡ് നിൽക്കുന്ന ഭാഗത്തേക്ക് ആകൾ ചെറിയ പെട്രോൾ ടിൻ കൊണ്ടുവന്ന് വെച്ചു. എണ്ണിയിട്ട യന്ത്രം പോലെ അവർ പ്രവർത്തിച്ചു. 3 മിനിറ്റ് കൊണ്ട് തയ്യാറെടുപ്പ് കഴിഞ്ഞു. ക്രഫോർഡ് ഓരോരുത്തർക്കും ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞു. അവർ പരസ്പരം കൈപിടിച്ചു കുലുക്കി, കെട്ടിപ്പിടിച്ചു, ചുംബിച്ചു. കരുത്തും ധൈര്യവും അവരിൽ നിറഞ്ഞു. ഭാഗ്യമുണ്ടെങ്കിൽ, ഷാൻപിയർ മന്ത്രിച്ചു. കരോൾ വിൽബർട്ടിനെ കിടത്തിയിരുന്നതിന് പിന്നിൽ കമ്പിക്കുടുക്കളിൽ നിന്നുള്ള കാട്ടുവള്ളിയുടെ അഗ്രഹം പിടിച്ചു നിലത്തമർത്തി കിടന്നു. അർണോൾഡും ക്രഫോർഡും പാറവിടവിൻ്റെ വലതുവശത്തെ പാറമുകളിലും ക്രിസ്റ്റഫറും ഷാൻപിയറും ഇടതുവശത്തെ പാറമുകളിലും കമന്നു കിടന്നു. ബ്ലാക്ക് ഡീമൺ വളരെ സൂക്ഷ്മതയോടെ സാവധാനം സംശയിച്ചാണ് അടുത്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടെ അവൻ നടപ്പു നിർത്തിയിട്ട് ചുറ്റുപാടും സൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ട്. ക്രഫോർഡ് വസ്ത്രങ്ങൾ കുടുക്കിയിട്ട 2 കാട്ടുവള്ളികളും അഗ്രഹങ്ങളും പിരിച്ചുവെച്ച് 2 കയ്യിലുമെടുത്ത് തയ്യാറായി. അതിൻ്റെ മറ്റേ 2 അറ്റങ്ങൾ ഷാൻപിയറും കയ്യിലെന്തി ജാഗ്രതയോടെ കാത്തു നിന്നു. വസ്ത്രങ്ങളോട് ചേർന്നുള്ള കമ്പിക്കുടുക്കുകളിൽ നിന്നുള്ള കയറിൻ്റെ തുമ്പുകളിലൊന്ന് ഷാൻപിയറോടൊപ്പം ക്രിസ്റ്റഫറും മറ്റൊന്ന് ക്രഫോർഡിനൊപ്പമുള്ള അർണോൾഡും കയ്യിൽ ചുറ്റി തയ്യാറെടുത്തു. ബ്ലാക്ക് ഡീമൺ ഷെൽട്ടറിലേക്കുള്ള പ്രവേശന മാർഗത്തിന് മുമ്പിലെത്തി. ജ്വലിക്കുന്ന പച്ചക്കണ്ണുകൾ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. വിൽബർട്ടിനെ ഷെൽട്ടറിന് മുന്നിൽ കിടത്തിയിരിക്കുന്നത് കണ്ട് അവൻ പല്ലിടിച്ചു. പഴുത്ത ചുണ്ടുകളിൽ മേൽ കരിങ്കൽ കഷ്ണം പോലുള്ള നാവു ചുറ്റി. എണ്ണയുടെ ഗന്ധം പരിസരത്താകെ വ്യാപിച്ചിരിക്കുന്നു. പ്രവേശന മാർഗത്തിലൂടെ കരിയിലകളും തുണിക്കീറുകളും വാരി വിതറിയിരിക്കുന്നു. അവനെ സംശയാലുമാക്കി. അവൻ കരിയിലയും തുണിക്കീറുകളും വാരി പരസ്പരം മണപ്പിച്ചു നോക്കി. മറയാക്കി കൊണ്ടുവച്ചിരുന്ന ലോഹപ്പാളികൾ താഴെ വെച്ച ശേഷം പ്രവേശന മാർഗത്തിലെ കരിയിലയും മറ്റും കാൽ കൊണ്ട് പുറത്തേക്ക് തോണ്ടിക്കളഞ്ഞു. കുനിഞ്ഞ് തറ പരിശോധിച്ചു. അപ്പോഴാണ് പഴന്തുണി ചുറ്റിയ 2 കമ്പി വളയങ്ങൾ കണ്ടത്. അവനത് വളരെ സൂക്ഷ്മതയോടെ കയ്യിലെടുത്തു തിരിച്ചും മറിച്ചു നോക്കി. എന്നിട്ട് വളച്ചൊടിച്ച് ദൂരേക്കെറിഞ്ഞു. വെടിവയ്പുണ്ടാകാൻ സാധ്യതയില്ലെന്ന് തോന്നിയിട്ടാവണം അവൻ ലോഹപ്പാളി മാറ്റിവെച്ചത്. ഓരോരുത്തരും ഒളിഞ്ഞു കിടക്കുന്ന സ്ഥാനം അവൻ ഘ്രാണശക്തി കൊണ്ട് മനസ്സിലാക്കിയിരിക്കുന്നു. അവരുടെ കൈവശമുണ്ടായേക്കുന്ന ആയുധങ്ങളുടെ ഗന്ധം പോലും. പതുക്കെ കരിയിലകൾക്ക് മീതെ കൂടെ വിൽബർട്ടിനെ ലക്ഷ്യമാക്കി ഷെൽട്ടറിലേക്ക് നീങ്ങി.
വളരെ സൂക്ഷ്മതയോടാണ് ഓരോ ചുവടും വെച്ചത്. ഷാൻപീറും സംഘവും ജാഗരൂകരായി. ബ്ലാക്ക് ഡയമണ്ട് സന്ത്രയെ ആകർഷിക്കാനായി വിൽബർട്ടും അവൻ നേർക്ക് തിരിഞ്ഞു കിടന്ന് ആക്രോശിച്ചു. വേഗം വാ, വേഗം കയറുക, നിന്റെ ഇര ഇവിടെ ഉണ്ട്. അതെ, സംശയിക്കണ്ട, ഇവിടെ തന്നെ കയറുക. ബ്ലാക്ക് ഡയമണ്ട് അയാളെ തന്നെ ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് നീങ്ങി. അവൻ പാറവിടവിൻ്റെ മധ്യഭാഗത്തു നിന്നു. പ്രത്യേകം അടയാളപ്പെടുത്തിയ സ്ഥാനത്തെത്തിയപ്പോൾ വിൽബർട്ടി അലറി ശബ്ദമുണ്ടാക്കി. അവൻ്റെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞതും ക്രഫോർഡും ഷാൻപിയറും കയറുകൾ വലിച്ചതും ഒപ്പം കഴിഞ്ഞു. പ്രിയമുള്ളവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. ഈ നോവലിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ വീണ്ടും കേൾക്കുന്നതിനായി എല്ലാവർക്കും വീണ്ടും ഒരു അധ്യായമായി ഞങ്ങളെത്തും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.